ഇത് എന്തൊരു തെള്ളലാ വാപ്പാ നിങ്ങൾ. ഒന്നാമത് സുഖമില്ലടോ, നടുവേദനയൊക്കെ ആയിട്ട് ഒരുപാട് നേരം നിന്ന് പ്രസംഗിക്കാനും പറ്റുന്നില്ല, ഒരുപാട് നേരം ഇരിക്കാനും പറ്റുന്നില്ല. അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശുഭ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. നമ്മുടെ രോഗങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. ചിരിച്ചും കളിച്ചൊക്കെ നടക്കുന്നു. ഒന്ന് കിടന്നു പോകുമ്പോഴേ അവനവൻ്റെ പ്രയാസം അറിയും. ഞാൻ ഒന്ന് സുഖമില്ലാതെ കിടന്നപ്പോഴാണ് അതിൻ്റെ വില മനസ്സിലാകുന്നത്. നമ്മളൊക്കെ ആരോഗ്യവാനായി നടക്കുമ്പോൾ നമുക്ക് നിസ്കരിക്കാനും ഒന്നും വയ്യ. ഞാൻ സുഖമില്ലാതെ കിടന്നപ്പോൾ ഓരോ വെള്ളിയാഴ്ച ജുമായിൻ്റെ സമയമാകുമ്പോൾ അറിയാതെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് വരും. എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. 4 വെള്ളിയാഴ്ചയോളം ഞാൻ 5 വെള്ളിയാഴ്ചയോളം ഞാൻ ജുമാ നിസ്കരിക്കാൻ പോലും പള്ളിയിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു. കിടന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ജുമായിന്റെ സമയമാകുമ്പോൾ ഒരു വല്ലാത്ത സങ്കടം, അറിയാതെ ഇങ്ങനെ കരയുക. കാരണം എല്ലാ വെള്ളിയാഴ്ചയും പള്ളിയിൽ പോയി ജുമാ നിസ്കരിച്ചിട്ട് അത് നിസ്കരിക്കാതെ വരുമ്പോഴൊരു സങ്കടം ഉണ്ടല്ലോ. അപ്പോഴത് മനസ്സിലാവുക. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പോഴേ നമ്മൾ ചിന്തിക്കണം, ഓരോന്നും ഇവിടെ പള്ളിയുടെ മുമ്പിലൂടെ തെക്ക് വടക്ക് നടന്നിട്ട് നിസ്കരിക്കണില്ല. അള്ളാഹു നമുക്കതാ, നമ്മളൊന്ന് കിടന്നു കഴിയുമ്പോൾ നമ്മൾ എല്ലാം പറയും പടച്ചവനോട്, നട്ടലൊടിഞ്ഞ് കിടക്കുക, എഴുന്നേക്കത്തില്ല, ഇനി ജീവിതകാലം ഒരിക്കലും ഇവൻ എഴുന്നേക്കാൻ പറ്റൂല എന്ന് ഡോക്ടർ പറയുമ്പോൾ ഉസ്താദ് കാണാൻ ചെന്നപ്പോൾ പറയാം, ഉസ്താദ് എൻ്റെ നട്ടല് നേരെയായിരുന്നെങ്കിൽ ഞാൻ പള്ളിയിൽ പോയനെന്ന്. എടാ, ആരോഗ്യം ഉണ്ടായിരുന്നപ്പോൾ പള്ളിയില്ല, പട്ടോ ഇല്ല. ആ സ്വർഗത്തിൽ പോകുന്ന ഒരു വിഭാഗം ആരാന്ന് ചോദിച്ചാൽ, ഒരു ദിവസം 2 വഖത്ത് നിസ്കാരമേ ഉള്ളൂ എന്ന് പറയുന്ന സംഘാടകനും അവനും പറയും അത് ഞങ്ങളാ. അവന് 2 വഖത്തേ ഉള്ളൂ, അവന് രാവിലെയും വൈകിട്ടും മാത്രമേ നിസ്കാരമുള്ളൂ. ആ നിസ്കരിക്കുന്നവനും പറയുന്നത് ആ ഒരു വിഭാഗം ഞങ്ങളാണെന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പൊ ഒരു പുതിയ വിഭാഗം മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തായ അബൂബക്കർ സിദ്ദീഖ്, ഉമർ തങ്ങൾ, ഉസ്മാൻ തങ്ങൾ ഇവരൊന്നും അംഗീകരിക്കുന്നില്ല. മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല ആ അലിയാർ തങ്ങളെ മാത്രം അംഗീകരിക്കുന്ന വിഭാഗം. അവരും പറയുന്നത് ഞങ്ങൾ മാത്രം ആ ഒരു വിഭാഗം, നിങ്ങളൊക്കെ പുറത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാരും പറയുന്നത് തന്നെ കോലത്തിലും ചിലപ്പോ താടിയുണ്ടാകാം, തഴമ്പുണ്ടാകാം, ഷാളുണ്ടാകാം, തങ്ങന്മാരുണ്ടാകാം, എല്ലാം ഉണ്ട് ഇവരുടെ കൂട്ടത്തിലും. ഇവരും പറയും നല്ല കാര്യങ്ങളാ. പക്ഷെ ആ നല്ല കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനിടയിൽ ഒരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പല കാര്യങ്ങളും അതിനകത്തേക്ക് കടന്നു വരുന്നു. ഇത് കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ഇതൊക്കെ നല്ല കാര്യമല്ലേ, ദിക്ർ പറച്ചിലും നിസ്കാരവും ഇതൊക്കെ നല്ല കാര്യമല്ലേ. പക്ഷെ അതിനകത്ത് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അറിവുള്ളവരെ പോലും പിഴപ്പിക്കുന്ന രീതിയിൽ പല പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അറിവില്ലാത്തവനല്ല, അറിവുള്ളവർ പോലും വിട്ടുപോകുന്നു. എന്തിനെന്റെ പ്രിയപ്പെട്ടവരെ, ഇതിന്റെ നേതൃത്വ സ്ഥാനങ്ങളിൽ നിൽക്കുന്നവർ പോലും അറിവില്ലാത്തവരല്ല, അറിവ് കൂടിയവരാ. അവരാണ് പിഴപ്പിക്കാൻ നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഗൾഫിൽ പോയിട്ട് മക്കളൊന്ന് സൗദിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പടച്ചവനെ, ഇന്നലെ വരെ വാപ്പ പറയുന്നതനുസരിച്ച് പള്ളിയിൽ വന്ന് നിസ്കരിച്ച് നടന്ന ചെറുപ്പക്കാരനാണ്. അവന് പടച്ചവനെ പല ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അവിടെ എങ്ങനെയല്ലേ, ഇവിടെ എന്താ ഇങ്ങനെ, ഇതൊക്കെ ശരിയാണോ, മരിച്ചവരോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? പടച്ചവനെ, ആദർശപരമായ കാര്യങ്ങളിൽ അവന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് പല ചിന്തകൾ കടന്നു വരികയാണ്. അവന് വഴിപിഴച്ചു പോവുകയാണ്, അവനും ആ വഴി മാറി പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഒരു പേടിയില്ലടോ. ഒരിക്കലും നമ്മൾ വഴിതെറ്റി പോകാറില്ല, നമ്മൾ ഒരിക്കലും വഴിപിഴച്ചു പോകാറില്ല. പടച്ചവനെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹ്, വഴിതെറ്റി പോകുന്നവനൊരു വഴികാട്ടിയുണ്ടോ. വഴിപറ്റി പോകുന്ന, വഴിയറിയാതെ സഞ്ചരിച്ചു പോകുന്നവന് പടച്ചവനെ ഒരു ഗൂഗിൾ മാപ്പ് പോലെ ഒരു വഴി നമുക്കുണ്ടോ. നമുക്ക് വഴി കാണിച്ചു തരാറ് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം. അൽഹംദുലില്ലാഹ്, പടച്ചവനെ 100 വർഷം തികയുകയാണ്. 100ാം വാർഷികത്തിന് വേണ്ടി സമസ്ത ഒരുങ്ങുകയാ. ഒരു സംഘടനയില്ലടോ, അധികാരമോഹമില്ലടോ. അവർ ജീവിക്കുന്നത് പടച്ചവനെ ആ പ്രസ്ഥാനം എന്ന് ജീവിക്കുന്നത് തഖ്വയിലാണോ. ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്ത രീതിയിൽ അൽഹംദുലില്ലാഹ് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ടല്ലോ. അത് ഒരു വഴികാട്ടിയായി ഒരു ദിവസം 17 പ്രാവശ്യം അല്ലാഹുവോട് പറയുന്നു, ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം.
പടച്ചവനെ നേരായ പദയിലാക്കണേ എന്ന് ദുആ ചെയ്യുന്നല്ലോ. ആ വഴികാട്ടിയുടെ പുറകില് ആ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു പോകുന്നത്. വഴി തെറ്റുന്നവനെ ഒന്ന് വഴി കാണിക്കുന്ന ഒരു ഗൂഗിൾ മാപ്പ് പോലെ പടച്ചവനെ സമസ്ത നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ നേതൃത്വങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കൊടി കണ്ടപ്പോ മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷം തോന്നി. എന്റെ പ്രിയപ്പെട്ടവര്, ആ 72 പേര് പിഴച്ച് നരകത്തിലേക്ക് പോകുമ്പോ ആ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന പാരമ്പര്യം പറയാൻ കഴിയുന്ന, ഇന്നു മുതൽ തുടങ്ങിയാൽ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പാരമ്പര്യം പറയാൻ കഴിയുന്ന അഹ്ലു ബൈത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നവരാ നമ്മള്. ആ അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ വിഭാഗമാണ് പടച്ചവനെ അല്ലാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും താബിഈങ്ങളും തബഉ താബിഈങ്ങളും ഇമാമുമാര് ഔലിയാക്കന്മാര് സയ്യിദന്മാര് പണ്ഡിതന്മാര് ആ പാരമ്പര്യം സഞ്ചരിച്ചു വന്ന വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആ സുന്നികളാണോ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നവർ. ഈ പാതയാണ്, ഈ ആദർശമാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ ആദർശമാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. പെങ്ങളെ, ഈ ആദർശമാണ് നിന്റെ പൊന്നുമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. അതാ ഈ പുത്തനങ്ങാടി മഖാമിന്റെ അകത്ത് കിടക്കുന്ന ശുഹദാക്കൾ ആരാണെന്ന് നിന്റെ പൊന്നാര മക്കൾക്ക് പറഞ്ഞു കൊടുക്കണേ. ആരാ ഔലിയാക്കന്മാരാരാ പടച്ചവനെ മക്കൾക്ക് പറഞ്ഞു കൊടുക്ക്. കാരണം ഇന്നത്തെ യുവതലമുറയ്ക്ക് വിശ്വാസമില്ലടോ, അവർക്കിന്ന് വിശ്വാസമില്ലടോ. വാപ്പാ താടിയും തടമ്പുമുള്ള ഈമാനുള്ള പിതാവേ, നിനക്ക് വിശ്വാസമുണ്ട്, നിന്റെ മക്കൾക്ക് വിശ്വാസമില്ല. കള്ളം കഞ്ചാവും ലഹരി പദാർത്ഥങ്ങളും ഒന്നുമല്ല ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത്. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട വിഷയം വിശ്വാസത്തിന്റെ വിഷയമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് വിശ്വാസമില്ല. മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ ഇന്ന് പലർക്കും വിശ്വാസമില്ലടോ. സ്വർഗമുണ്ടെന്ന് പറയുന്നല്ലോ, സ്വർഗമുണ്ടെന്ന് പറയുന്നല്ലോ. ഇന്നത്തെ കുട്ടികൾ ചോദിക്കുന്ന, ഉസ്താദേ സ്വർഗമിരിക്കുന്നത് എവിടെയാ? ആകാശത്തിലാണോ, ഭൂമിയുടെ അടിയിലാണോ, കടലിനടിയിലാണോ, എവിടെ? പടച്ചവനെ, ഇന്ന് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസം കുറവാ. വല്ലാത്ത ഒരവസ്ഥയിലാണ് ഇന്നത്തെ യുവതലമുറ ജീവിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ അല്ലാ. ഇന്നത്തെ കുട്ടികൾക്ക് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ അധികം പേർക്കും വിശ്വാസമില്ലാതെ പോകുന്നു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ, ആമീൻ പറ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ വിചാരിക്കും, പടച്ചോൻ അതെന്തേ ഉസ്താദെ അങ്ങനെ പറഞ്ഞെന്ന്. ഞാൻ തെളിവ് പറഞ്ഞു തരാം. ഈ ഇരിക്കണം നിങ്ങളെല്ലാവരും ഇന്ന് വയല് കഴിഞ്ഞ് വീട്ടിൽ പോയി 10ാം ക്ലാസ്സിലോ പ്ലസ് 1-ലോ 9-ലും 10-ലും പ്ലസ് 1-നും പ്ലസ് 2-നും പഠിക്കുന്ന മകനെ പിടിച്ച് അടുത്തിരുത്തി പാപ്പ പറഞ്ഞു കൊടുത്തു, മോനെ, പാപ്പാടെ ഏറ്റവും വലിയ ആഗ്രഹം സ്വർഗത്തിൽ പോകണമെന്നാണ്. അതെന്താ പാപ്പ? അള്ളാഹു സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്ന എന്താന്ന് എന്റെ പൊന്നുമോൻ അറിയോ? എടാ, അതിന്റെ വലുപ്പം നിനക്കറിയോ? അവിടെ എല്ലാം ഉണ്ടെടാ. ഉസ്താദ് പ്രസംഗിച്ച കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലൊരു മരമുണ്ട്, സ്വർഗത്തിലൊരു മരമുണ്ട്. ആ മരത്തിന്റെ ചുവട്ടിലൂടെ ഒരാള് കുതിരപ്പുറത്ത് സഞ്ചരിക്കുക, വാഹനപ്പുറത്ത് സഞ്ചരിക്കുക. നബി തങ്ങൾ പറയുമ്പോൾ അതാണല്ലോ വാഹനം. നല്ല സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന്റെ പുറത്ത് സ്വർഗത്തിൽ വെച്ചിരിക്കുന്ന നട്ടിരിക്കുന്ന ഒരു മരത്തിന്റെ ചുവട്ടിലൂടെ ഒരാള് 100 കൊല്ലം സഞ്ചരിച്ചാലും ആ മനുഷ്യൻ ആ മരം വിട്ടുകിടക്കാൻ കഴിയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എത്ര വർഷം? എത്ര വർഷം? എന്റെ കൂടെ എത്ര വർഷം? 100 കൊല്ലം ഒരു മനുഷ്യൻ വളരെ സ്പീഡിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിൽ സ്വർഗത്തിലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ കൂടെ സഞ്ചരിച്ച ആ മനുഷ്യൻ വിട്ടുകിടക്കൂല. അത്രയ്ക്കും വലുപ്പമുള്ള ഒരു മരം സ്വർഗത്തിൽ ഉണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും നിന്റെ മോനോട് പറഞ്ഞേ. ഓൻ ഇങ്ങനെ നോക്കിയിട്ട് ചോദിക്കുക, എന്റെ വാപ്പ ഇത് എന്തൊരു തെള്ളലാ വാപ്പ നിങ്ങൾ. പടച്ചോനെ, ഇത് എന്ത് 100 കൊല്ലം സഞ്ചരിച്ച തീരാത്ത മരവും ഒന്ന് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അവനത് തമാശയായിട്ട് ഇത് ചുമ്മാതെ തെള്ളിയതാണെന്ന് വിചാരിക്കുന്നത്. ഹാജിയാരുടെ മോന്റെ അവസ്ഥയെ ഞാൻ പറഞ്ഞേ. ഇപ്പോഴും കയ്യിൽ തസ്ബീഹിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഉമ്മ ഇന്ന് രാത്രി പോയിട്ട് ഒരു കട്ടൻ ചായ വെച്ചപ്പോ മോളിങ്ങനെ ഓടി വന്നതാ. ഒന്ന് കൈ തട്ടി, ഒന്ന് കൈ പൊള്ളി. എന്തൊരു ചൂട്. അപ്പൊ ഉമ്മ ചോദിക്ക, ഇതൊക്കെ ചൂടാണോ മോളെ? അതൊക്കെ അങ്ങ് നരകത്തിലെ തീയുടെ 70% ദുനിയാവിലെത്തി. ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്റെ മോള് നിന്നെ കളിയാക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസമുണ്ട്. അത് പോട്ടെ, മക്കളുടെ കാര്യം പോട്ടെ.
സ്വർഗത്തിൽ ഇത്രയും വലിയ ഒരു മരമുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പോലും പടച്ചവനെ നമ്മൾ ചിന്തിക്കുകയാണ് ഇതൊക്കെ കെട്ടുകഥയാണെന്ന്. അതുകൊണ്ടാ പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയും നമ്മുടെ മക്കളെ പിഴകുടയാണ് പടച്ചവനെ ഗൂഗിളിലൂടെയാണ്, അവരെന്ന പുസ്തകങ്ങളിലൂടെയാ ദീൻ പഠിക്കുന്നത്. ആരെങ്കിലും എഴുതി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളിലൂടെയല്ല ദീൻ പഠിക്കേണ്ടത്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ നബി തങ്ങളുടെ ജീവിതത്തിലൂടെയാണ് ദീൻ പഠിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്ക്, ആദർശം പറപ്പിച്ചു കൊടുക്ക്. അല്ല പടച്ചവനെ, പലരും പറയാറുണ്ട് ഉസ്താദേ എന്റെ പൊന്നുമോന് മാറിപ്പോയി, ഞാനെല്ലാം പഠിപ്പിച്ചു കൊടുത്തവനാണ്, പക്ഷെ അവനെന്ന് പലതും മറന്നുപോയി ഉസ്താദ്, അവൻ എന്നെ ഞാൻ പറയുന്നത് അനുസരിക്കുന്നില്ല, വിശ്വാസപരമായിട്ട് അവന് വളരെ മാറിയിരിക്കുകയാണ്. സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ടോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് പറയട്ടെ, ഭാര്യ ഗർഭിണിയായി ഹോസ്പിറ്റലിൽ ചെന്ന് പ്രസവം കിടന്നു, ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കുന്നു, ഇതാണ് നിങ്ങളുടെ മോന്, ഇതാണ് നിങ്ങളുടെ മോള് എന്ന് പറഞ്ഞാൽ സാധാരണ വെച്ച് നോക്കിയാൽ പിതാവാണ് മാതാവാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ മക്കളാകണമെന്നില്ല. ആദർശം കൂടെ വേണമടോ, ആദർശം കൂടെ വേണമടോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആദർശം കൂടെ നമ്മുടെ മക്കൾക്ക് വേണം സഹോദരാ. 950 വർഷക്കാലം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ പ്രവാചകനാണ് മഹാനായ ശൈഖുൽ അംബിയാ, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബിയുടെ ചരിത്രം പഠിച്ചവരാണല്ലോ, ആ നൂഹ് നബിയുടെ ചരിത്രം പഠിച്ചവരാണല്ലോ. ഇതുപോലെ പ്രബോധനം നടത്തിയ വേറെ ഒരു പ്രവാചകനില്ലല്ലോ. പടച്ചവനെ, 950 വർഷക്കാലം രാവിലെ മുതൽ വൈകുന്നേരം വരെ പടച്ച റബ്ബിന്റെ ദീനിനെ കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞ പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബിയുടെ ചരിത്രം നമുക്കറിയാം. അല്ലാഹുവേ, തന്റെ പൊന്നാര മകന് തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ ഇങ്ങനെ മുങ്ങിച്ചാവുകയാണ്. തന്റെ പൊന്നാര മകൻ അതാ വെള്ളത്തിൽ കിടന്നിങ്ങനെ മുങ്ങിച്ചാകുമ്പോ നൂഹ് നബി അല്ലാഹുവോട് ചോദിക്കുന്നു, വനാദാ നൂഹുൻ റബ്ബഹു ഫഖാല റബ്ബി ഇന്നി ബിനി മിൻ അഹ്ലി. മഹാനായ നൂഹ് നബി അല്ലാഹുവോട് പറയുന്ന, പടച്ചവനെ, എന്റെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് നീ എനിക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പടച്ചവനെ. ഈ വെള്ളത്തിൽ മുങ്ങുന്നത് എന്റെ പൊന്നുമോനാണ്, എന്റെ പൊന്നുമോനാണ് പടച്ചവന്, എന്റെ അഹിലാണ് പടച്ചവന്, എന്റെ പൊന്നുമോനാണ് ഈ വെള്ളത്തിൽ കിടന്ന് മുങ്ങിച്ചാകുന്നത്. അല്ലാഹുവേ, നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്റെ അഹിലിനെ രക്ഷപ്പെടുത്തുമെന്ന്. ആ സമയത്ത് പടച്ച റബ്ബിന്റെ മറുപടി എന്താ? നൂഹ് നബിയുടെ മകനാണ് ആ കിടക്കുന്നത്, കനാൻ എന്ന് പറയുന്ന പൊന്നുമോനാണ് ആ കിടക്കുന്നത്. പക്ഷേ വാപ്പയുടെ ആദർശത്തിലല്ല, വാപ്പയുടെ ആദർശം അവനില്ലായിരുന്നു, അവൻ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനായിരുന്നില്ല. അല്ലാഹുവേ, നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ തന്റെ പൊന്നാര മകൻ അനുസരിക്കാൻ തയ്യാറായില്ല. അവസാനം തന്റെ പൊന്നാര മകന് വെള്ളത്തിന്റെ അകത്ത് കിടന്ന് മുങ്ങിച്ചാകുമ്പോ വാപ്പ വിളിക്കുന്നു, യാ ബുനയ്യ, ഉപ്പാട പൊന്നുമോനെ, ഇത് അല്ലാഹുവിന്റെ അദാബാ മോനെ. വാപ്പ പറയുന്നത് കേൾക്കടാ, ഈ കപ്പലിനകത്ത് കേറ്, ഈ കപ്പലിനകത്ത് കേറ്, ഇത് അല്ലാഹുവിന്റെ അദാബാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ പിതാവ് വിളിക്കുമ്പോ മകൻ തന്നെ പറയുന്ന, പർവ്വതത്തിന്റെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെടുമെന്ന്. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ പൊന്നാര മകൻ മുങ്ങിച്ചാകുകയാണ്. മഹാനായ നൂഹ് നബി സങ്കടത്തോട് അല്ലാഹുവോട് പറഞ്ഞു, പടച്ചവനെ, ഇതെന്റെ മകനാണല്ലോ അല്ലാ, ഇതെന്റെ മകനാണല്ലോ അല്ലാ, നീ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്റെ അഹലിനെ സംരക്ഷണം കൊടുക്കുമെന്ന്. ആ സമയത്ത് അല്ലാഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നല്ലതുപോലെ വളർത്തിയിട്ട് മക്കള് തലതിരിഞ്ഞു പോകുമ്പോ, 18 കൊല്ലം പോറ്റി വളർത്തിയ മകള് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോകുമ്പോ എന്തിനാ ഉമ്മ സങ്കടപ്പെടുന്നത്? അവളെ ഓർത്തിട്ട് എന്തിനായിരുന്നു കരയുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറച്ച റബ്ബ് കൊടുത്ത മറുപടി എന്തെന്നറിയോ? നൂഹേ, വലൈസ മിൻ അഹ്ലി,
നബി അതാ പറഞ്ഞു, നൂഹേ, അവൻ നിന്റെ കുടുംബക്കാരനല്ല, ആദർശപരമായിട്ട് ആ വഴിയിലായിരുന്നില്ലടോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വസിയത്ത് ചെയ്ത ഒന്നാമത്തെ കാര്യമെന്താ? അവിടുന്ന് തന്റെ പൊന്നാര മക്കളോട് പറഞ്ഞു കൊടുത്തു ആദർശം എന്താണെന്ന്. ജീവിക്കേണ്ടത്, പിൻപറ്റേണ്ടത് ഏത് ദീനിനെയാണ്, ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്, ഏത് റബ്ബിനെയാണ് ആരാധിക്കേണ്ടത്. പടച്ചവനെ യാക്കൂബ് നബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവേ, ആദർശം ഞങ്ങൾക്ക് ഉറപ്പിച്ചു തരണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നിന്റെ ദീന മുറുകെ പിടിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. ശപിക്കപ്പെട്ടവനായ ഇബ്ലീസ് മരണത്തിന്റെ സമയത്ത് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കടന്നു വരുമ്പോ മരിച്ചുപോയവരുടെ രൂപത്തിൽ വന്ന് ഞങ്ങളെ പിഴപ്പിക്കാൻ നോക്കുമ്പോ അല്ലാഹുവേ, പരിശുദ്ധമായ ദീന മുറുകെ പിടിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ പറഞ്ഞ് മുസ്ലിമായി മരിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഇബ്ലീസിനെ കരയിപ്പിക്കണം സഹോദരാ. അതുകൊണ്ട് പടച്ചവര് ശഅബാനിന്റെ വെള്ളിയാഴ്ച രാവാടോ, അല്ലാഹുവേ, ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്ന സ്ഥാപനമാണല്ലോ. സംഘാടകർ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാ. ആരും വെറുതെ കൊടുക്കണ്ട, ഒരാളും വെറുതെ കൊടുക്കണ്ട. അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം എടുത്തു കൊടുക്കാൻ നമുക്ക് കഴിയുമല്ലോ. മുത്തുനബിയല്ലേ പറഞ്ഞത്, അസ്വദഖത്തു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞത്. സദഖ അപകടങ്ങളെ തട്ടിമാറ്റുമടോ, ദുരന്തങ്ങളെ തട്ടിമാറ്റുമടോ, മാരകമായ രോഗങ്ങളെ കരിച്ചു കളയുമടോ, വരാനിരിക്കുന്ന വിപത്തുകളെ തട്ടിക്കളയുമടോ. അത്രയ്ക്കും മഹത്വമുണ്ട് സദഖയ്ക്ക്. എന്തിനാ പ്രത്യേകിച്ച് നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണ് ശഅബാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ശഅബാനിന്റെ രാത്രിയില് തലയുടെ മുകളിൽ അല്ലാഹുവിന്റെ മലക്കുകൾ കാത്തു നിൽക്കുകയാണ്. ഈ മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം കൊടുക്കാനുള്ള മനസ്സുണ്ടായാൽ, ഏ പെങ്ങള്, ഏ ചെറുപ്പക്കാരാ, ആ ബക്കറ്റ് നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ നീ ഒരു സദഖ എടുക്കുമ്പോ 70 ശൈത്താന്മാര് നിന്റെ കയ്യിൽ പിടിക്കുകയാണ്. അവര് പറയുന്നു, മക്കള് വളർന്നു വരുന്നു, വളരെ പ്രയാസമാണ്, അതുകൊണ്ട് കൊടുക്കല്ലേ കൊടുക്കല്ലേ. 70 ഇബ്ലീസുകൾ 1 രൂപ സദഖ കൊടുക്കാൻ പോകുന്ന മനുഷ്യനെ തടയുമെന്നാണ്. പരാജയപ്പെടുത്തു വാപ്പാ, പരാജയപ്പെടുത്തു ചെറുപ്പക്കാരാ. ആ 70 ഇബ്ലീസുകളെ പരാജയപ്പെടുത്തിയിട്ട് അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം ഈ ബക്കറ്റിന്റെ അകത്ത് നീ ഇടാൻ തയ്യാറായാൽ അവസാന സമയത്തും അവന് പരാജയപ്പെടുകയാണ്. പിടപ്പിക്കാൻ വേണ്ടി വന്ന് നിൽക്കുമ്പോ അവനെ പരാജയപ്പെടുത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാനുള്ള അവരവസരമാണ്. അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം തരണേ അല്ലാഹ്. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്കൂ, വെറുതെ വേണ്ട. പലരും പറയാറുണ്ട്, ഉസ്താദേ, എത്ര മരുന്ന് കഴിച്ചിട്ടും എന്റെ രോഗം മാറുന്നില്ല, പോകാൻ ഇനി ഹോസ്പിറ്റലില്ല, പച്ചമരുന്നും ഇംഗ്ലീഷ് മരുന്നും എല്ലാം കഴിച്ചു ഉസ്താദ്, എന്റെ രോഗം മാറുന്നില്ലെന്ന് പരാതി പറയുന്ന ഉമ്മ, സങ്കടപ്പെടുന്ന പെങ്ങള്, നിനക്ക് നിബിധങ്ങൾ ഒരു മരുന്ന് പറഞ്ഞു തരികയാണ്. രോഗം മാറാൻ, ഏത് രോഗത്തെയും കരിച്ചു കളയാൻ കഴിയുന്ന ഒരു മരുന്ന് മുത്തുനബി പഠിപ്പിച്ചു തരികയാണ്. ആ മരുന്ന് ഏതെന്നറിയുമോ? നിബിധങ്ങളെ പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന് ചില അടിമകളുണ്ട് സഹാബാ, അവർക്ക് രോഗം വന്നാ അവര് സദഖ കൊടുത്ത് ചികിത്സിക്കുമെന്ന്.
അവർക്ക് രോഗം വന്ന് അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവര് സദക്ക കൊടുത്ത് ചികിത്സിക്കുകയാണ്. അതുകൊണ്ട് പടച്ചവനെ സംഘാടകർ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവേ, ഒരുപാട് ശുഹദാക്കൾ കിടക്കുന്ന മഖാമിന്റെ പരിസരത്താണല്ലോ. പടച്ചവനോട് പറയണം, അല്ലാഹുവേ, എന്റെ ശരീരത്തിൽ ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കളുണ്ടോ? ഈ സദക്കയുടെ ബറക്കത്ത് കൊണ്ട് കരിച്ചു കളയണേ അല്ലാ. നല്ല നീയത്തോടെ സദക്ക നൽകൂ അല്ലാഹുവേ, അതിനുള്ള മനസ്സു നൽകണേ അല്ലാ. അല്ലാഹു തന്നതിൽ നിന്നൊരൽപ്പം മനസ്സറിഞ്ഞുകൊണ്ട് കൊടുക്ക്. അല്ലാഹു നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം എടുത്ത് വായിച്ചു നോക്ക്. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം 12 മക്കളെ വളർത്തിയ പ്രവാചകൻ. ആ പ്രവാചകന്റെ 12 മക്കളിൽ 11ാമത്തെ മകൻ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. യാക്കൂബ് നബിയുടെ 11ാമത്തെ മകനാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. ആ യൂസുഫ് എന്ന് പറയുന്ന മകനുണ്ടല്ലോ, അല്ലാഹുവേ, ഒരു ദിവസം രാവിലെ പിതാവിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. ചെറിയ മകനാണ് യൂസുഫ്, 11ാമത്തെ മകനാണ് യൂസുഫ്. ആ യൂസുഫ് എന്ന് പറയുന്ന ചെറിയ പയ്യനുണ്ടല്ലോ, ഒരു ദിവസം രാവിലെ വാപ്പയുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, വാപ്പാ, അവിടെന്ന് പറയുകയാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ഇത് ഖാല യൂസുഫ് ലി അബീഹി യാ അബതി ഇന്നി റഅയ്തു 11 കൗകബൻ വശംസ വൽ ഖമറ വന്നദാ. അവിടെന്ന് പറയുകയാണ്, വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. യൂസുഫ് എന്ന് പറയുന്ന 11ാമത്തെ ചെറിയ മകന് ഒരു ദിവസം രാവിലെ വന്നിട്ട് വാപ്പാനോട് പറയുകയാ, ഉപ്പാ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു വാപ്പാ. സൂര്യനും ചന്ദ്രനുമെല്ലാം എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് ചെറിയ മകൻ വന്ന് വാപ്പയോട് പറഞ്ഞു കൊടുക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. വാപ്പ എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? പടച്ചവനെ, നമുക്ക് വല്ലാത്ത തിരക്കാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം ഒരു സമുദായത്തിന്റെ പ്രവാചകനാ. വല്ലാത്ത തിരക്ക് പിടിച്ച ആളാണ് യാക്കൂബ് നബി. യൂസുഫ് എന്ന് പറയുന്ന മകൻ മാത്രമല്ല, മുകളിൽ 10 മക്കള് വേറെയുണ്ട്. പടച്ചവനെ, യൂസുഫ് എന്ന് പറയുന്ന ഒരു ചെറിയ മകന് രാത്രിയിൽ കണ്ട ഒരു സ്വപ്നം വന്ന് വാപ്പാനോട് പറയുകയാ. യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മകനായ യൂസുഫ് ഒരു രാവിലെ വന്നിട്ട് വാപ്പച്ചി എടുത്ത് പറഞ്ഞു കൊടുക്കുന്നു, വാപ്പ, ഇന്നലെ രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, യാക്കൂബ് നബി അലൈഹിസ്സലാം ആ പൊന്നു മകൻ കണ്ട ആ ഒരു സ്വപ്നം പോലും കേൾക്കാനുള്ള ഒരു മനസ്സ് യാക്കൂബ് നബിക്കുണ്ടായിരുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ യാക്കൂബ് എന്ന് പറയുന്ന തിരക്ക് പിടിച്ച പിതാവിന് തന്റെ കുഞ്ഞു മകന് രാത്രിയിൽ കണ്ട ഒരു സ്വപ്നം പോലും വാപ്പാന്റെ അടുത്ത് വന്ന് പറയണമെങ്കിൽ ആ വാപ്പയും മകനും തമ്മിലുള്ള ബന്ധം ഒന്ന് ചിന്തിച്ചേ. വലിയ ആഡംബര, വലിയ അന്താരാഷ്ട്ര കാര്യമൊന്നുമല്ല പറഞ്ഞേ. രാത്രി കണ്ട ഒരു സ്വപ്നം പോലും വാപ്പാന്റെ അടുക്കൽ വന്ന് പറയണമെങ്കിൽ ആ വാപ്പയ്ക്ക് അത് കേൾക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ആ മകനും വാപ്പയും തമ്മിലുള്ള ബന്ധം ചിന്തിക്കുക. എന്റെ പൊന്നാര സഹോദരങ്ങളെ, ഇന്ന് ഈ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു വാപ്പായിക്ക് തൻ്റെ മകന്റെ ജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യകരമായ ഒരു കാര്യം പോലും കേൾക്കാൻ ഇന്ന് സമയമില്ല. മക്കളുടെ ഏറ്റവും വലിയ വിഷയം എന്താ? എല്ലാരും പറയുന്ന മക്കള് മോശമായ കൂട്ടുകെട്ടിൽ പോയി പെടുന്നു, അവൻ പറയുന്ന അനുസരിക്കുന്നില്ല, അവൻ തലതിരിഞ്ഞു പോയി. മക്കളെ പറയുന്നല്ലോ, വാപ്പ, നിനക്ക് നിന്റെ മകനോട് സംസാരിച്ച ദിവസം ഓർമ്മയുണ്ടോ?
ഇരിക്കണ ഉപ്പമാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കളോട് നിങ്ങൾ സംസാരിച്ച ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓനെ കാണുമ്പോ പടച്ചവനെ ഹിറ്റ്ലറെ പോലെയാ മക്കളുടെ മുമ്പിൽ വാപ്പമാര് കടിച്ചു കീറുന്നത് പോലെ. മിണ്ടൂല വാപ്പാന്റെ അടുക്കൽ. സ്വന്തം മകനോട് വാപ്പ സംസാരിക്കാറില്ല. എന്തെങ്കിലും സംസാരിച്ചാൽ തന്നെ വല്ലാത്തൊരു രീതിയാണോ? നമ്മുടെ മക്കളല്ലേ, ആ മക്കളോട് നമ്മളല്ലേ സംസാരിക്കണ്ടേ? ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്താണ് അവന്റെ പ്രയാസം? നിനക്കെന്തേ? നിന്റെ മകനെ അടുത്തു പിടിച്ചിരുത്തിയിട്ട് കഥ ചോദിക്കണ്ട. എന്താണ് നിന്റെ പ്രശ്നം? എന്താ ഒന്ന് ചോദിച്ചു നോക്കടോ. നമ്മുടെ ആൺകുട്ടികളെ പിടിച്ചടുത്തിരുത്തിയിട്ട് മോനെ നിന്റെ പ്രശ്നം എന്താടാ? ഒരു നിമിഷം നമ്മൾ ചോദിക്കാൻ തയ്യാറായാൽ ഒരിക്കലും അവൻ വഴിപിഴച്ചു പോകില്ല. പക്ഷെ നമ്മൾ ചോദിക്കത്തില്ല, നമുക്ക് സമയമില്ല. നമുക്ക് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് പോലും നമ്മൾ അധികാര ഹിറ്റ്ലറെ പോലെ നമ്മൾ പറയുന്ന അവൻ കേൾക്കണം. അവൻ പറയാനോ അവന്റെ ആഗ്രഹം എന്താ? ഒന്നുമില്ല. അവന്റെ ആഗ്രഹമൊന്നുമില്ല. അവന്റെ പ്രശ്നം എന്താ നമുക്കറിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവര്, നമ്മൾ ചെയ്യത്തുമില്ല, ചെയ്യാനും വിടത്തുമില്ല. മക്കളുടെ ആഗ്രഹം എന്താണെന്ന് പോലും നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ്. പിതാവേ, സ്വന്തം മകനെ കുറിച്ച് പഠിക്ക്, മകളെ കുറിച്ച് പഠിക്ക്. അവന്റെ ആഗ്രഹം എന്താണ്? അവൻ ഒരുപാട് സ്വപ്നം കാണുന്നവനാണ്. നീ പറയുന്നത് മുഴുവനും ഗതികേട് കൊണ്ട് അനുസരിക്കുന്നതാ വാപ്പാ, അല്ലെങ്കിൽ പേടിച്ചുകൊണ്ടാ. ചവിട്ടിയാ കടിക്കാത്ത പാമ്പില്ല. എന്നാ സ്നേഹം കൊടുത്താലേ സ്നേഹം കിട്ടൂ, സ്നേഹം കൊടുത്താലേ സ്നേഹം കിട്ടൂ. തന്റെ പൊന്നാര മകന്, മോനെ നിനക്ക് 10ാം ക്ലാസ് കഴിഞ്ഞു, ഇനി +1 പോവുകയാണ്. എന്താണ് നിനക്ക് പഠിക്കാൻ ആഗ്രഹം? എന്താണ്? ഓരോരുത്തരും കൊച്ചു മക്കളോട് ചോദിക്കണമടോ. എന്റെ പൊന്നുമകനോട് ഞാൻ ചോദിച്ചു, പടച്ചവനെ നിന്റെ ആഗ്രഹം എന്താ? എനിക്ക് അല്ലാഹു 3 ആൺമക്കളെയാ തന്നത്. അല്ലാഹുവേ, എന്റെ മക്കളെ നീ ഹാഫിളീങ്ങളാക്കി തരണേ അല്ലാ. പടച്ചവനെ, ഞാൻ എന്റെ മക്കളോട് ചോദിച്ചു നിന്റെ ആഗ്രഹം എന്താണ്? എന്റെ 2ാമത്തെ മകനാണ് നഈം എന്ന് പറയുന്ന പൊന്നുമോൻ. ഞാൻ അവനോട് ചോദിച്ചു, പടച്ചവൻ ഇപ്പൊ 7.5 വയസ്സുണ്ട്. അവനോട് ഞാൻ ചോദിച്ചു നിന്റെ ആഗ്രഹം എന്താണെന്ന്. അവൻ എന്നോട് പറഞ്ഞു, ഉസ്താപ്പ എനിക്കൊരു പൈലറ്റ് ആകണം. എന്റെ പൊന്നുമോന്റെ ആഗ്രഹമാണ് പൈലറ്റ് ആകണം. നടക്കുമോ ഇല്ലയോ എന്നല്ല, ഞാൻ ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു, പൈലറ്റൊക്കെ പിന്നെയാകാം. വേണ്ടെന്ന് പറഞ്ഞില്ല, പൈസയില്ല എന്ന് പറഞ്ഞില്ല, പഠിപ്പിക്കില്ല എന്ന് പറഞ്ഞില്ല. എന്റെ പൊന്നുമോനോട് പറഞ്ഞു, മോനൊന്ന് ഹാഫിളാകണേ, പൊന്നുമോനൊന്ന് ഹാഫിളാകണേ. എന്റെ മകൻ സിനാന്, അവനെ പഠിക്കാൻ കൊണ്ടുവിട്ടിരിക്കുകയാണ്. അവനോട് പറഞ്ഞ, ഹാഫിളായിട്ട് നീ എന്ത് വേണമെങ്കിലും പറ, വാപ്പ സാധിച്ചു തരാ. നമ്മളുടെ മക്കളുടെ ആഗ്രഹം പഠിക്കണമടോ. നമ്മുടെ മക്കളുമാരുമായി നമുക്കൊരു ബന്ധമുണ്ടാകണമടോ. അമിതം സ്നേഹം കൊടുക്കാനും പാടില്ല, ഒട്ടും കൊടുക്കാതെ ഇരിക്കാനും പാടില്ല. എന്നാ യാക്കൂബ് എന്ന് പറയുന്ന പിതാവ് തന്റെ പൊന്നാര മകൻ വന്നൊരു സ്വപ്നം പറയുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ ഇരുന്ന് കേൾക്കുകയാണ്, സമാധാനത്തോടെ ഇരുന്ന് കേൾക്കുകയാണ്. വളരെ രസത്തോടെ തന്റെ പൊന്നാര മകൻ പറഞ്ഞ കഥ ഇങ്ങനെ പിതാവ് കേൾക്കുകയാ. അല്ലാഹുവേ, എന്നിട്ട് പടച്ചവനെ പറഞ്ഞു കൊടുത്ത മറുപടി എന്താ? ഒരു പിതാവ് തന്റെ പൊന്നാര മകൻ വന്നിട്ട് ഒരു സ്വപ്നം കണ്ടെന്ന് പറഞ്ഞപ്പോ ആ പിതാവ് പറഞ്ഞു കൊടുത്ത മറുപടി എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, പഠിക്കണേ പഠിക്കണേ. തന്റെ പൊന്നാര മകൻ എന്ന് പറഞ്ഞപ്പോ ആ പിതാവ് പറഞ്ഞു കൊടുക്കുന്നു, ഖാല യാ ബുനയ്യ ലാ തഖ്സുസ് റുയാക അലാ ഇഖ്വതിക ഫയകീദു ലക കൈദാ ഇന്ന ശൈത്വാന ലിൽഇൻസാനി അദുവ്വുൻ മുബീൻ. പഠിക്കണേ ഉപ്പമാര്, പഠിക്കണേ ഉമ്മമാര്. തന്റെ പൊന്നാര മകൻ വന്നിട്ട് പിതാവിനോട് പറഞ്ഞു, വാപ്പാ, സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് 11ാമത്തെ മകൻ വന്ന് പിതാവിനോട് പറയുമ്പോ പിതാവിന് കാര്യം മനസ്സിലായി. ഇവന് സാധാരണ ഒരു മകനല്ല, ഇവന് സാധാരണ ഒരു പയ്യനല്ല, ഇവന് ഭാവിയിൽ പടച്ചവനെ അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരാളാകാൻ പോകുകയാണ്. പടച്ചവനെ, യാക്കൂബ് നബി പ്രവാചകനാണല്ലോ. യൂസുഫ് പറഞ്ഞ ആ സ്വപ്നവ്യാഖ്യാനം കേട്ടപ്പോ വാപ്പയ്ക്ക് കാര്യം മനസ്സിലായി. എന്നിട്ട് വാപ്പ പറഞ്ഞ മറുപടി എന്താ? വാപ്പ പറഞ്ഞു കൊടുത്ത മറുപടി എന്താ? മോനെ, നാട്ടുകാർ
നാട്ടുകാരോട് പറയല്ലേ, കൂട്ടുകാരോട് പറയല്ലേ, അയൽവാസികളോട് പറയല്ലേ. അവിടുന്ന് പിതാവ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നാട്ടുകാരോട് പറയരുതെന്നല്ല, കൂട്ടുകാരോട് പറയരുതെന്നല്ല, കുടുംബക്കാരോ പറയരുതെന്നല്ല. മോനെ, നീ നിന്റെ കൂടപ്പറപ്പിനോട് പോലും പറയല്ലേ.